Naduvari Swarupams. By the 12th century CE, the centralized rule of Perumal came to an end. 12ാം നൂറ്റാണ്ടോടുകൂടി പെരുമാൾ രാജാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം അവസാനിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ് കേരളത്തിന്റെ മധ്യകാലഘട്ടം. അതിൽ 800 മുതൽ 1122 വരെയുള്ള കാലഘട്ടത്തിലാണ് പെരുമാൾ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ 8ാം നൂറ്റാണ്ടിൽ 12ാം നൂറ്റാണ്ട് വരെയാണ് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നത്. 12ാം നൂറ്റാണ്ടോടുകൂടി ഈ പെരുമാൾ രാജാക്കന്മാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കുകയുണ്ടായി. ബൈ ദ 12th century CE, the centralized rule of പെരുമാൾ came to an end. നാഡൂസ് became independent. നാടുകൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. The positions of power that developed in the Nadus were known as നാടുവാഴി സ്വരൂപം. അപ്പോൾ നാടുകളിൽ വളർന്നു വന്നിട്ടുള്ള പുതിയ അധികാര രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് നാടുവാഴി സ്വരൂപംസ്. ദ പൊസിഷൻസ് ഓഫ് പവർ ദാറ്റ് ഡെവലപ്ഡ് ഇൻ ദ നാഡൂസ്. അപ്പോൾ നാടുകൾ വളർന്നു വന്നിട്ടുള്ള പുതിയ അധികാര രൂപങ്ങളെ, പുതിയ അധികാര ശക്തികളെ വിളിക്കുന്ന പേരാണ് നാടുവാഴി സ്വരൂപംസ്. ഇവിടെ അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല. ഇനി മേജർ സ്വരൂപംസ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒന്നാമത്തെ കോലസ്വരൂപം കോലത്ത് നാട്. രണ്ടാമത്തത് നെടിയിരിപ്പ് സ്വരൂപം ഏറനാട്, ഇന്നത്തെ കോഴിക്കോട് വരുന്ന ഭാഗമാണ്. നെടിയിരിപ്പ് സ്വരൂപം ഏറനാട്. അടുത്ത പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. അപ്പോൾ ട്രാവൻകൂർ ആ ഒരു മേഖലയാണ്. അപ്പോൾ കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരം ഒക്കെ ഉൾക്കൊള്ളുന്ന മേഖല വേണാട്. ആ തൃപ്പാപ്പൂർ സ്വരൂപം, അതാണ് തൃപ്പാപ്പൂർ സ്വരൂപം. ഇനി അതുപോലെ കൊട്ടാരക്കര, അത് അറിയപ്പെട്ട പേര് ഇളയെടുത്ത സ്വരൂപം എന്നാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ സ്വരൂപങ്ങൾ വേറെ ഉണ്ടായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഇവ 4 മാത്രമേ ഉള്ളൂ. കോലസ്വരൂപം കോലത്ത് നാട്, നെടിയിരിപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. അപ്പോൾ ഇത് നന്നായി കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കോലസ്വരൂപം കോലത്താട്, നെടിയിരിപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. ഇനി എന്താണ് ഈ സ്വരൂപം എന്ന് ചോദിക്കുമ്പോൾ, 2 മാർക്കിന് സ്വരൂപം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ആൻസർ ചെയ്യണം. സ്വരൂപംസ് വെർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ് ഓഫ് സെൽഫ് റൂൾ ആൻഡ് ദേ ഫോളോവഡ് മാട്രിലിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ മരുമക്കത്തായം. അപ്പോൾ സ്വരൂപംസ് വെർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ് ഓഫ് സെൽഫ് റൂൾ, സ്വയംഭരണാവകാശമുള്ള കുടുംബങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്വരൂപംസ്. അപ്പോൾ സ്വരൂപംസ് വെർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ് ഓഫ് സെൽഫ് റൂൾ, സ്വയംഭരണാവകാശമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് സ്വരൂപംസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദേ ഫോളോവഡ് മാട്രിലിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്, അവർ ഫോളോ ചെയ്തിരുന്നത് മാതൃതായ ക്രമമായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛനല്ല പ്രാധാന്യം, അമ്മയ്ക്കാണ് പ്രാധാന്യം. അമ്മ വഴിയാണ് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അമ്മയ്ക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മാവന്മാർ വഴിയാണ് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ ഒരു സമ്പ്രദായമാണ് ഇവർ തുടർന്നു പോന്നിരുന്നത്. സ്വരൂപംസ് വെർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ് ഓഫ് സെൽഫ് റൂൾ ആൻഡ് ദേ ഫോളോവഡ് മാട്രിലിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ മരുമക്കത്തായം. അപ്പോൾ അത്ര എഴുതിയാൽ മതി 2 മാർക്ക് ചോദിക്കുമ്പോൾ. അപ്പോൾ എന്താണ് സ്വരൂപംസ് വെർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ്സ് ഓഫ് സെൽഫ് റൂൾ ആൻഡ് ദേ ഫോളോവഡ് മാട്രിലിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി സ്വരൂപത്തിന് സ്വന്തമായിട്ട് മിലിറ്ററി ഉണ്ടായിരുന്നു. സ്വരൂപംസ് ആയിട്ട് ദേർ ഓൺ മിലിറ്ററി. ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അരിശപ്പടി ജനം വേണാട്. അരിശപ്പടി ജനം വേണാടിലെ സൈന്യത്തിന്റെ പേരാണ് അരിശപ്പടി ജനം. വേണാട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, തൃപ്പാപ്പൂർ സ്വരൂപമാണ്. അപ്പോൾ അരിശപ്പടി ജനം വേണാട്. രണ്ടാമത്തെ പടമല നായന്മാർ എവിടത്തെയാണ്? കോലത്ത് നാട്. കോലത്ത് നാട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് കോലസ്വരൂപം. അരിശപ്പടി ജനം വേണാട്, പടമല നായന്മാർ എവിടത്തെയാണ്? കോലത്ത് നാട്. അടുത്ത മറ്റൊരു സൈന്യത്തിന്റെ പേരാണ് ലോകര്. ലോകര് എവിടത്തെയാണ്? നെടിയിരിപ്പ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വേർ സച്ച് ആർമീസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആർമീസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പെരുമാൾ രാജാക്കന്മാരുടെ സൈന്യത്തിന്റെ പേര് പഠിച്ചായിരുന്നു. ഏതായിരുന്നു? മിലീഷ്യ കാൾഡ് 1000 അല്ലെങ്കിൽ 1000 എന്നറിയപ്പെടുന്ന ഒരു സൈനിക സഖ്യമാർക്കുണ്ടായിരുന്നു, പെരുമാൾ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. അതേപോലെ നാടുവാഴി സ്വരൂപംസിനും സൈന്യം ഉണ്ടായിരുന്നു. ആ പ്രധാനപ്പെട്ട സൈന്യത്തിന്റെ പേര് അരിശപ്പടി ജനം എവിടത്തെയാണ്? വേണാട്. പടമല നായന്മാർ എവിടത്തെയാണ്? കോലത്ത് നാട്. ലോകർ എവിടത്തെയാണ്? നെടിയിരിപ്പ്. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്തിൽ പ്രധാനമായിട്ട് സ്വരൂപംസിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. ബൈ ദ 12th century CE, സെൻട്രലൈസ്ഡ് റൂൾ ഓഫ് പെരുമാൾ came to an end. 12ാം നൂറ്റാണ്ടോടുകൂടി പെരുമാൾ രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ചു. നാഡൂസ് became ഇന്ത്യൻ, നാടുകൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ദ പൊസിഷൻസ് ഓഫ് ദാറ്റ് ഡെവലപ്മെന്റ് നാഡൂസ് വെർ നോൺ ആസ് നാടുവാഴി സ്വരൂപം. നാടുകളിൽ വളർന്നുള്ള പുതിയ അധികാര രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് നാടുവാഴി സ്വരൂപം. പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? കോലസ്വരൂപം കോലത്നാട്, നെടിയിരിപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് എന്നിവയൊക്കെയാണ്. ഇനി എന്താണ് ഈ സ്വരൂപം എന്താണെന്ന് വ്യക്തമാക്കിയാണ്. സ്വരൂപംസ് വെർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ്സ് ഓഫ് സെൽഫ് റൂൾ ആൻഡ് ദേ ഫോളോഡ് മാട്രിലിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ സ്വയംഭരണാവകാശമുള്ള തറവാടുകൾ, സ്വയംഭരണാവകാശമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയുള്ള ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്വരൂപംസ് എന്നറിയപ്പെടുന്നത്. അവരെന്താണ് ഫോളോ ചെയ്യുന്നത്? മാട്രിലിയൽ സിസ്റ്റം ഇൻഹെറിറ്റൻസ് ആണ്. സ്വരൂപംസിന് സ്വന്തമായി മിലിറ്ററി ഉണ്ടായിരുന്നു. അരിശപ്പടി ജനം, മാച്ച് ഉണ്ടെങ്കിൽ ചോദിക്കാം. അരിശപ്പടി ജനം എവിടത്തെയാണ്? വേണാട്. പടമല നായന്മാർ കോലത്നാട്. ലോകർ എവിടത്തെയാണ്? നെടിയിരിപ്പ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈന്യം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് കടക്കുന്നത്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, യൂറോപ്യന്മാരുടെ കടന്നുവരവിനെ കുറിച്ചാണ്. കേരളത്തിലേക്ക് യൂറോപ്യന്മാർ വരികയാണ്.
അപ്പോൾ അവരിവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ പവർ എന്ന് വെച്ചാൽ ഇവരുടെ അധികാര ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വെച്ചാൽ ആരുടെയാണ് ഈ പറഞ്ഞ സ്വരൂപങ്ങളുടെ എല്ലാം അധികാര ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. കോലസ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, പെരുമ്പടം സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം തുടങ്ങിയ സ്വരൂപങ്ങളുടെ എല്ലാം അധികാര ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാഡൂസ് യൂസ് ടു ക്ലാഷ് വിത്ത് ഒൻ അനദർ. ഒരു നാട് മറ്റൊരു നാടുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. പ്രധാനമായിട്ടും പല നാടുകളായിട്ട് തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം പ്രധാനമായിട്ട് ശത്രുതയിലായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അധികാര ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ സ്ഥലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നോട്ട് ടു ഇൻക്രീസ് ദെയർ പവർ നാഡൂസ് യൂസ് ടു ക്ലാഷ് വിത്ത് ഒൺ അനദർ ആൻഡ് യൂസ് ടു ജോയിൻ ഫോഴ്സ് അഗെയിൻസ്റ്റ് കോമൺ എനിമി. എന്നിട്ട് ചില ആൾക്കാർ തമ്മിൽ ഒന്നിച്ചേരും, എന്നിട്ട് ഒരു പൊതു ശത്രുവിനെതിരെ പോരാടും. ഉദാഹരണമായിട്ട് പെരുമ്പടപ്പ് സ്വരൂപവും മറ്റു വേറെ സ്വരൂപമായിട്ട് ഒന്നിച്ചു നിൽക്കും. എന്നിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി, നെടിയിരിപ്പ് സ്വരൂപം തോൽപ്പിക്കാൻ വേണ്ടി നിലകൊള്ളും. അപ്പോൾ നോട്ട് ഇൻക്രീസ് ദെയർ പവർ നാഡൂസ് യൂസ് ടു ക്ലാഷ് വിത്ത് ഒൺ അനദർ ആൻഡ് യൂസ് ടു ജോയിൻ ഫോഴ്സസ് അഗെയിൻസ്റ്റ് കോമൺ എനിമി. ഒരു പൊതു ശത്രുവിനെതിരെ പോരാടുകയും ചെയ്യും. അത്ര പ്രാധാന്യം നൽകി പഠിക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് കൃത്യമായിട്ട് പറയുന്നത് യൂറോപ്യന്മാർ കേരളത്തിലേക്ക് വരുന്നതിനെ കുറിച്ച്. ദ പോർച്ചുഗീസ് ഡച്ച് ഹു റീച്ച്ഡ് കേരള കോസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി. 15ാം നൂറ്റാണ്ട് അവസാനത്തോടു കൂടിയാണ് കേരളത്തിലേക്ക് യൂറോപ്യന്മാർ വരുന്നത്. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരും ഡച്ചുകാരും. പോർച്ചുഗീസുകാർ വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 1798 വാസ്കോ ഡ ഗാമയാണ് കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്ന് അല്ലേ. പിന്നീട് ഡച്ചുകാർ വരുന്നു. ഇവരൊക്കെയാണ് ആദ്യമായിട്ട് കച്ചവടം നടത്തുന്നത്. അപ്പോൾ വിദേശീയരായിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് യൂറോപ്യൻ ഫോറിനേഴ്സ് എന്ന് കേൾക്കുമ്പോൾ പോർച്ചുഗീസ് ആണ്. എന്നാൽ ആദ്യ വിദേശികൾ അറബികളും ചൈനക്കാരുമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ദ പോർച്ചുഗീസ് ഡച്ച് ഹു റീച്ച്ഡ് കേരള കോസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി. 15ാം നൂറ്റാണ്ടോടുകൂടിയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും കേരള കോസ്റ്റിലേക്ക് എത്തുന്നത്. 15ാം നൂറ്റാണ്ട് അവസാനത്തോടു കൂടി. ഹു യൂസ് ടു ഇന്റർവിൻ ഇൻ സച്ച് ക്ലാഷസ് ഫോർ ദ ട്രേഡ് ഇൻഡസ്ട്രി. ഇവരൊക്കെ ഈ പരസ്പരം ഈ നാടുവാഴി സ്വരൂപങ്ങൾ തമ്മിലുള്ള അടിയിൽ അവർ ഇടപെടാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ട്രേഡ് ഇൻട്രസ്റ്റ്, അവരുടെ കച്ചവട താല്പര്യങ്ങൾ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന, ഇപ്പോൾ പോർച്ചുഗീസുകാർക്ക് അനുകൂലമായി നിൽക്കുന്ന ഏത് സ്വരൂപമാണോ അവരുടെ കൂടെ നിന്നിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അവരുടെ കച്ചവട താല്പര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ്? ദ പോർച്ചുഗീസ് ഡച്ച് ഹു റീച്ച്ഡ് കേരള കോസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദി 15th സെഞ്ചുറി യൂസ് ടു ഇന്റർവിൻ ഇൻ സച്ച് ക്ലാഷസ് ഫോർ ദെയർ ട്രേഡ് ഇൻട്രസ്റ്റ്. അവരുടെ കച്ചവട താല്പര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ നോട്ട് ഇൻക്രീസ് ദെയർ പവർ നാഡൂസ് ക്ലാഷ് വിത്ത് വൺ അനദർ ആൻഡ് യൂസ് ടു ജോയിൻ ഫോഴ്സ് അഗെയിൻസ്റ്റ് കോമൺ എനിമി. അപ്പോൾ ഈ നാടുകളിലെ ആൾക്കാർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ചില നാടുകൾ ഒന്നിച്ച് നിന്ന് മറ്റുള്ള ഒരു പൊതു ശത്രുവിനെതിരെ പോരാടിയിരുന്നു. ഇവിടെ കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ് അവർ 15ാം നൂറ്റാണ്ടിൽ അവസാനത്തോടുകൂടി എത്തിച്ചേർന്നത്. ഇപ്പോൾ എന്നിട്ട് മറ്റുള്ള നാടുകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവർ പങ്കുചേരുകയും അവരുടെ കച്ചവട താല്പര്യങ്ങൾ വിപുലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള പാരഗ്രാഫ് അല്ല. ഇനി അടുത്ത ഭാഗത്തിൽ അറ്റാക്സ് ഓഫ് മൈസൂർ കിങ്സ് ആരുടെ കുറിച്ചാണ് പറയുന്നത്? മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. അണ്ടിൽ ദ 18th സെഞ്ചുറി നാടുവാഴി സ്വരൂപം കണ്ടിന്യൂഡ് വിത്തൗട്ട് മച്ച് ചേഞ്ച്. ഒരു മാറ്റവും കൂടാതെ നാടുവാഴി സ്വരൂപങ്ങൾ 18ാം നൂറ്റാണ്ട് വരെ തുടർന്നു പോകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ് കേരളത്തിൻ്റെ മധ്യകാലഘട്ടം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതിൽ 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയാണ് പെരുമാൾ രാജാക്കന്മാരുടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. 12ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ നാടുവാഴി സ്വരൂപങ്ങളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ആര് ഭരിക്കുകയാണ്? ഇവിടെ പെരുമാൾ രാജാക്കന്മാർക്ക് ശേഷം അടുത്ത നാടുവാഴി സ്വരൂപങ്ങളാണ് ഭരിക്കുന്നത് 12 മുതൽ 18 വരെ. അത് ഒരു മാറ്റവും ഇല്ലാതെ തുടർന്ന് പോകുന്നു എന്നാണ്. അണ്ടിൽ ദ 18th സെഞ്ചുറി നാടുവാഴി സ്വരൂപം കണ്ടിന്യൂഡ് വിത്തൗട്ട് മച്ച് ചേഞ്ച്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറി 18ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയോടുകൂടി, ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ എന്ന് വെച്ചാൽ മോഡേൺ തുടങ്ങിയാണ്. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറി സുൽത്താൻസ് ഓഫ് മൈസൂർ ആരൊക്കെയാണ്? മൈസൂർ, ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദർ അലി, മൈസൂർ രാജാക്കന്മാരായിട്ടുള്ള ഹൈദർ അലി, ടിപ്പു സുൽത്താൻ തുടങ്ങിയ ആൾക്കാർ കേരളത്തെ ആക്രമിക്കാൻ ആരംഭിക്കുന്നു. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറി സുൽത്താൻസ് ഓഫ് മൈസൂർ ആരൊക്കെയാണ്? ഹൈദർ അലി, ടിപ്പു സുൽത്താൻ അറ്റാക്സ് നോർത്തേൺ കേരള. എങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറി സുൽത്താൻസ് ഓഫ് മൈസൂർ ആരൊക്കെയാണ്? ഹൈദർ അലി, ടിപ്പു സുൽത്താൻ അറ്റാക്സ് നോർത്തേൺ കേരള. അവർ ഏതിനെ ആക്രമിക്കുകയുണ്ടായി? നോർത്തേൺ കേരളയെ ആക്രമിക്കുകയുണ്ടായി. By the second half of the 18th century, Sultans of Mysore, Hyder Ali, Tipu Sultan led a military campaign which created frenzy among the Naduwadis of northern Kerala. അത്രയൊന്നും വിവരപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ 18ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയോടുകൂടി കേരളത്തിലേക്ക് ഒരു പടയോട്ടം നടത്തുകയും അത് വടക്കൻ കേരളത്തിലുള്ള നാടുവാഴികൾക്കിടയിൽ ഒരു ഭീതി പടർത്തുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബൈ ദ സെക്കൻഡ് ഓഫ് ദ 18th സെഞ്ചുറി സുൽത്താൻസ് ഓഫ് മൈസൂർ, ഹൈദർ അലി, ടിപ്പു സുൽത്താൻ അറ്റാക്ക്ഡ് നാടുവാഴീസ് ഓഫ് നോർത്തേൺ കേരള.
ഇനി അപ്പോൾ അങ്ങനെ ആക്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് പറയുന്നത്. നെടിയിരുപ്പ് ആൻഡ് കോല ആൻഡ് അതർ സ്മാളർ സ്വരൂപ്സ് ക്വിക്ലി കേം അണ്ടർ ദ മൈസൂർ സുൽത്താൻ. നെടിയിരുപ്പ്, കോല സ്വരൂപം. നെടിയിരുപ്പ് സ്വരൂപം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നെടിയിരുപ്പ് സ്വരൂപം ഏതാണ്? ഏറനാട് എന്ന് വെച്ചാൽ കോഴിക്കോട്. നെടിയിരുപ്പ് സ്വരൂപം, പിന്നെ കോല സ്വരൂപം കോലത്തുനാട്, ആൻഡ് അതർ സ്മാളർ സ്വരൂപം മറ്റ് ചെറിയ സ്വരൂപങ്ങളെല്ലാം ക്വിക്ലി കേം അണ്ടർ ദ മൈസൂർ സുൽത്താൻ, പെട്ടെന്ന് തന്നെ മൈസൂർ രാജാക്കന്മാർക്ക് മുന്നിൽ കീഴടങ്ങി. ഇപ്പൊ നെടിയിരുപ്പ് ആൻഡ് കോല ആൻഡ് അതർ സ്മാളർ സ്വരൂപം ക്വിക്ലി കേം അണ്ടർ ദ മൈസൂർ സുൽത്താൻ. അടുത്ത നിങ്ങൾ പഠിക്കുക, അടുത്ത സെന്റൻസ് പഠിക്കണമെന്നില്ല. ഫിയറിംഗ് ദ അറ്റാക്ക് ഫ്രം മൈസൂർ സുൽത്താൻ മെനി നാടുവാഴീസ് ആൻഡ് ദേശവാഴീസ് ഫ്ലഡ് ടു വേണാട്. അപ്പോൾ ഈ മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് പല നാടുവാഴികളും ദേശവാഴികളും വേണാടിലേക്ക് ഓടിപ്പോവുകയുണ്ടായി. ഫിയറിംഗ് ദ അറ്റാക്ക് ഫ്രം മൈസൂർ സുൽത്താൻസ് മെനി നാടുവാഴീസ് ആൻഡ് ദേശവാഴീസ് ഫ്ലഡ് ടു വേണാട്. The പെരുമ്പടപ്പ് സ്വരൂപ കൊച്ചി സൂൺ അക്സെപ്റ്റഡ് ദ സൂസറിറ്റി ഓഫ് ദ മൈസൂർ സുൽത്താൻ. ആരും പെട്ടെന്ന് തന്നെ കീഴടങ്ങി. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപവും പെട്ടെന്ന് തന്നെ മൈസൂർ രാജാക്കന്മാരുടെ പരമാധികാരത്തിന് മുന്നിൽ കീഴടങ്ങിയുണ്ടായി. ദ പെരുമ്പടപ്പ് സ്വരൂപ കൊച്ചി സൂൺ അക്സെപ്റ്റ് ദ സൂസറിറ്റി ഓഫ് മൈസൂർ സുൽത്താൻ. ഓൺലി ട്രാവൻകൂർ റെസിസ്റ്റഡ് അറ്റാക്ക്. ആര് മാത്രമേ ചെറുത്ത് നിന്നുള്ളൂ? തിരുവിതാംകൂർ മാത്രമേ ഈ മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണത്തിനെതിരായി പ്രതിരോധിച്ച് നിന്നുകൊള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th century, സുൽത്താൻസ് ഓഫ് മൈസൂർ ഹൈദർ അലി ടിപ്പു സുൽത്താൻ അറ്റാക്ക്ഡ് നാടുവാഴീസ് ഓഫ് നോർത്തേൺ കേരള. 18ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയോടുകൂടി മൈസൂർ രാജാക്കന്മാരായിട്ടുള്ള ഹൈദർ അലി ടിപ്പു സുൽത്താനും നോർത്തെ വടക്കൻ കേരളത്തിലെ നാടുവഴിയിൽ ആക്രമിക്കുകയുണ്ടായി. അതിനെ തുടർന്നിട്ട് നെടിയിരുപ്പും ആരൊക്കെ പെട്ടെന്ന് കിടങ്ങി? നെടിയിരുപ്പ് ആൻഡ് കോല ആൻഡ് അതർ സ്മാളർ സ്വരൂപിൽ ക്വിക്ലി കേം അണ്ടർ ദ മൈസൂർ സുൽത്താൻ. പെട്ടെന്ന് തന്നെ നെടിയിരുപ്പ്, കോല സ്വരൂപം പെട്ടെന്ന് തന്നെ മറ്റ് ചെറിയ സ്വരൂപങ്ങൾ പെട്ടെന്ന് തന്നെ ഈ മൈസൂർ രാജാക്കന്മാർക്ക് മുന്നിൽ കീഴടങ്ങി. പിന്നെ ഇടയ്ക്കുള്ള സെന്റൻസ് കളഞ്ഞേരെ. അടുത്ത പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി സൂൺ അക്സെപ്റ്റഡ് സൂസറിറ്റി ഓഫ് ആരുടെ ആണ്? മൈസൂർ സുൽത്താൻ. മൈസൂർ രാജാക്കന്മാരുടെ മുന്നിൽ പെരുമ്പടപ്പ് സ്വരൂപം കീഴടങ്ങി. ആര് മാത്രമേ ചെറുത്ത് നിന്നുള്ളൂ? ട്രാവൻകൂർ റെസിസ്റ്റഡ് അറ്റാക്സ്. തിരുവിതാംകൂർ മാത്രമേ ഈ ആക്രമണത്തെ ചെറുത്ത് നിന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിൽ പറയുന്ന കാര്യം, ഹൗ ഡിഡ് ദ ഇൻഡിപെൻഡന്റ് റൂൾ ഓഫ് നാടുവാഴീസ് എൻഡ് ഇൻ മലബാർ. എങ്ങനെയാണ് മലബാറിൽ ഈ പറഞ്ഞ നാടുവാഴികളുടെ സ്വതന്ത്ര ഭരണം അവസാനിച്ചത് എന്നുള്ളതാണ്. It was during this period that Kerala was divided into 3 regions, namely Travancore, Kochi and Malabar. ഈ കാലഘട്ടത്തിൽ കേരളത്തെ ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 ഭൂപ്രദേശങ്ങളായി വിഭജിക്കുകയുണ്ടായി. It was during this period that Kerala was divided into 3 regions, namely Travancore, Kochi and Malabar. By the close of the 18th century, 18ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ. 18ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷുകാർ വരുന്നത് 1600 ശേഷമാണ്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടൻ രൂപീകരിക്കുന്നത്. 1757 1757 അപ്പോഴാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അതോടുകൂടിയാണ് ബംഗാളിന്റെ അധികാരം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ 18ാം നൂറ്റാണ്ടോടുകൂടി ബൈ ദ ക്ലോസ് ഓഫ് ദ 18th century, 18ാം നൂറ്റാണ്ടോട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ പരാജയപ്പെടുത്തി? ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയുണ്ടായി. ബൈ ദ ക്ലോസ് ഓഫ് ദ 18th century, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ. ആസ് എ റിസൾട്ട് ഓഫ് ദ മലബാർ റീജിയൻ വിച്ച് വാസ് അണ്ടർ ദ ടിപ്പു സുൽത്താൻ. മലബാർ പ്രദേശം ടിപ്പു സുൽത്താന്റെ കയ്യിരുന്ന ഭൂപ്രദേശമാണ്. കെയിം കംപ്ലീറ്റ്ലി അണ്ടർ ദ ബ്രിട്ടീഷ്. അത് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലുണ്ടെന്ന് തോന്നുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗമാണ്. 1792 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, ശ്രീരംഗപട്ടണം ട്രീറ്റ് എന്നറിയപ്പെടും. ആ ട്രീറ്റ് പ്രകാരമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ റീജിയൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ കയ്യിലുള്ള മലബാർ റീജിയൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് എത്തപ്പെടുന്നത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ബൈ ദ ക്ലോസ് ഓഫ് ദ 18th century, ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ. 18ാം നൂറ്റാണ്ടോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ പരാജയപ്പെടുത്തി? ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മലബാർ റീജിയൻ, അതോടുകൂടി മലബാർ റീജിയൻ വിച്ച് വാസ് അണ്ടർ ദ ടിപ്പു സുൽത്താൻ, ടിപ്പു സുൽത്താന്റെ കയ്യിരുന്ന ഭൂപ്രദേശം കെയിം കംപ്ലീറ്റ്ലി അണ്ടർ ദ ബ്രിട്ടീഷ്. അത് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി മാറി. വിത്ത് ദിസ് ഇൻഡിപെൻഡന്റ് റൂൾ ഓഫ് നാടുവാഴീസ് മലബാർ കെയിം ടു ആൻ എൻഡ്. ഇതോടുകൂടി നാടുവാഴികളുടെ സ്വതന്ത്ര ഭരണം മലബാറിൽ അവസാനിച്ചു. ട്രാവൻകൂർ ആൻഡ് കൊച്ചി കണ്ടിന്യൂ ടു ബി പ്രിൻസ്ലി സ്റ്റേറ്റ്. ട്രാവൻകൂറും കൊച്ചിയും എന്തായിട്ട് തന്നെ നിലനിന്ന് പോകുന്നു? നാട്ടുരാജ്യങ്ങളായിട്ട് നിലനിന്ന് പോകുന്നു. എന്നാൽ അത് മലബാർ പ്രദേശം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ.
During the medieval period, Kerala was divided during this period. Kerala was divided into three regions: Travancore, Kochi, and Malabar. Malabar, Kochi, Travancore എന്നിങ്ങനെ മൂന്ന് ഭൂപ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. By the close of the 18th century, 18ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആരെ പരാജയപ്പെടുത്തി? ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി. അതിന്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് മലബാർ റീജിയൻ വിച്ച് വാസ് അണ്ടർ ദ ടിപ്പു സുൽത്താൻ, അത് മലബാർ പ്രദേശം ടിപ്പു സുൽത്താന്റെ കയ്യിലായിരുന്നു. അത് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ആരുടെ കയ്യിലായി മാറി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി മാറി. വിത്ത് ദിസ് ഇൻഡിപെൻഡന്റ് റൂൾ ഓഫ് നാടുവാഴീസ് ഓഫ് മലബാർ കെയിം ടു ആൻ എൻഡ്. ഇതോടുകൂടി നാടുവാഴികളുടെ സ്വന്തം അവസാനിക്കുകയുണ്ടായി. ട്രാവൻകൂർ ആൻഡ് കൊച്ചി കണ്ടിന്യൂ ടു ബി പ്രിൻസിലേജ്. ട്രാവൻകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായി തന്നെ നിലനിന്ന് പോരുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗം നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ കാര്യം ഇത്രേ ഉള്ളൂ. 12ാം നൂറ്റാണ്ടോടു കൂടി പെരുമാൾ രാജാക്കന്മാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കുകയുണ്ടായി. നാടുകൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അപ്പോൾ ആ നാടുകളിൽ വളർന്നുള്ള പുതിയ അധികാര രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് നാടുവാഴി സ്വരൂപംസ്. ഇനി പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളുടെ പേര്: കോലസ്വരൂപം കോലത്താട്, നെടിയിരിപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. ഇനി എന്താണെന്ന് പറയുന്നു സ്വരൂപം. റൂളിംഗ് ഫാമിലീസ് വിത്ത് റൈറ്റ് ടു സെൽഫ് റൂൾ ആൻഡ് ദേ ഫോളോഡ് മാട്രിലിയൻ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. എന്നാൽ സ്വയംഭരണാവകാശമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേരാണ് സ്വരൂപം എന്നറിയപ്പെടുന്നത്. അവർ ഫോളോ ചെയ്യുന്നത് മാതൃദായ ക്രമമാണ്. പ്രധാനപ്പെട്ട സൈന്യത്തിന്റെ പേര് അരിശപ്പടിഞ്ചന വേണാട്, പടമലനായന്മാർ കോലത്താട്, ലോകര് നെടിയിരിപ്പ് എന്നിവയാണ്. ഇനി യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നാടുകൾ പരസ്പരം ഏറ്റുമുട്ടിയ ക്ലാഷ് വിത്ത് വൺ അനദർ, യൂസ് ടു ജോയിൻ ഫോഴ്സ് അഗെയിൻസ്റ്റ് കോമൺ എനിമി. എന്നിട്ട് അവർ ചില നാടുവാഴികൾ ഒന്നിച്ചു ചേർന്നിട്ട് മറ്റുള്ള പൊതുശത്രുവിനെതിരെ പോരാടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇനി എത്തിയവർ ആരൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ചുകാർ, ഹു റീച്ച്ഡ് കേരള കോസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദി 50th century. 15ാം നൂറ്റാണ്ട് അവസാനത്തോടെ പോർച്ചുഗീസും ഡച്ചുകാരും കേരളത്തിലേക്ക് എത്തി. എന്നിട്ട് അവർ ഈ നാടുകൾ തമ്മിലുള്ള അടിക്കകത്ത് ഇടപെടുകയും അവരുടെ കച്ചവട താല്പര്യങ്ങൾ വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. യൂസ് ടു ഇന്റർവീൻ സച്ച് ക്ലാഷസ് ഫോർ ദ ട്രേഡ് ഇൻട്രസ്റ്റ്. ഇനി അതിനുശേഷം മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണത്തെക്കുറിച്ചാണ്. 18ാം നൂറ്റാണ്ട് വരെ സ്വരൂപംസിന്റെ ഒരു മാറ്റവും സ്വരൂപംസിന്റെ പറഞ്ഞ ഒരു മാറ്റവും കൂടാതെ നിലനിന്ന് പോന്നു. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th century, സുൽത്താൻസ് ഓഫ് മൈസൂർ ആരൊക്കെയാണ്? ഹൈദരാബാദ്, ടിപ്പു സുൽത്താൻ അറ്റാക്ഡ് നാടുവാഴീസ് ഓഫ് നോർത്തേൺ കേരള. അപ്പോൾ നെടിയിരിപ്പ് ആൻഡ് കോല ആൻഡ് സ്മാളർ സ്വരൂപ് ക്വിക്ലി കേം അണ്ടർ ദ മൈസൂർ സുൽത്താൻ. പെട്ടെന്ന് തന്നെ ഇവർ നെടിയിരിപ്പും മറ്റ് ചെറിയ സ്വരൂപങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ആരുടെ മുന്നിൽ കീഴടങ്ങി? മൈസൂർ രാജാക്കന്മാരുടെ മുന്നിൽ കീഴടങ്ങി. പിന്നെ അപ്പോഴേക്കും മൈസൂർ സുൽത്താൻമാരുടെ ഭയന്നുകൊണ്ട് മെയിൻ നാടുവാഴീസ് ആൻഡ് ദേശവാഴീസ് ഫ്ലഡിറ്റ് എവിടേക്കാണ്? വേണാട്ടിലേക്ക് ഓടി വന്നു. പിന്നെ പെരുമ്പടപ്പ് സ്വരൂപം പെട്ടെന്ന് തന്നെ ആർക്ക് മുന്നിൽ കീഴടങ്ങി? നമ്മുടെ മൈസൂർ സുൽത്താൻ രാജാക്കന്മാരുടെ മുന്നിൽ കീഴടങ്ങി. പിന്നെ ഓൺലി ട്രാവൻകൂർ റെസിസ്റ്റഡ് ദ അറ്റാക്ക്. ആര് മാത്രമേ ചെറുത്തുന്നുള്ളൂ? ട്രാവൻകൂർ, തിരുവിതാംകൂർ മാത്രമേ ചെറുത്തുന്നുള്ളൂ. ഇനി എങ്ങനെയാണ് നാടുവാഴികളുടെ മലബാറിൽ ഭരണം അവസാനിച്ചെന്നാണ് പറയുന്നത്. ഇനി ബൈ ദ ക്ലോസ് ഓഫ് ദ 18th century, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിഫീറ്റഡ് ടിപ്പു സുൽത്താൻ. 18ാം നൂറ്റാണ്ടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി. എന്ന് വെച്ചാൽ അത് 1792 കാലഘട്ടത്തിലാണ്. അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മലബാർ റീജിയൻ വിച്ച് വാസ് അണ്ടർ ദ ടിപ്പു സുൽത്താൻ. അതോടുകൂടി മലബാർ പ്രദേശം, ടിപ്പു സുൽത്താന്റെ കയറുന്ന മലബാർ പ്രദേശം കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് റൂൾ. അത് പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി മാറി. ഇതോടുകൂടി നാടുവാഴികളുടെ സ്വതന്ത്ര ഭരണം മലബാറിൽ അവസാനിച്ചു. ട്രാവൻകൂർ ആൻഡ് കൊച്ചി കണ്ടിന്യൂ ടു ബി പ്രിൻസ്. ട്രാവൻകൂറും കൊച്ചിയും ഒരു സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായി തന്നെ നിലനിന്ന് മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടും മിഡീവൽ പീരീഡ് എന്ന് വെച്ചാൽ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. പെരുമാൾ പീരീഡ് എന്ന് വെച്ചാൽ 8th to 12th century ആണ്. 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ കാലഘട്ടമാണ് പെരുമാൾ പീരീഡ്. ഇനി നാടുവാഴി സ്വരൂപങ്ങളുടെ കാലഘട്ടം 12th to 18th century, 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് നാടുവാഴി സ്വരൂപങ്ങളുടെ കാലഘട്ടം. ഇനി യൂറോപ്യന്മാർ കേരളത്തിലേക്ക് വരുന്നത് 50th century എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരെ, ഡച്ചുകാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി മൈസൂർ രാജാക്കന്മാരെ കേരളത്തെ ആക്രമിച്ച് പ്രത്യേകിച്ച് ആരൊക്കെയാണ്? ഹൈദരാബാദ്, ടിപ്പു സുൽത്താനും. അത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th century, 18ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയോട് കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്.